ജനാധിപത്യത്തിൽ തോൽവി ഉണ്ടാകും, വിജയമുണ്ടാകും. ഏറ്റക്കുറച്ചിലുകളൊക്കെ എപ്പോഴും മാറി മറിഞ്ഞു വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ വിജയിച്ച് മുന്നേറുന്ന മുന്നണികളിലേക്ക് കൂടുമാറ്റം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. അതിന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. രാഷ്ട്രീയത്തിലൊന്നും സ്ഥായിയായിട്ടില്ലല്ലോ, പലതും മാറി പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് കരുണാകരൻ പറഞ്ഞതുപോലെ രണ്ടും രണ്ടും കൂട്ടിയാൽ എപ്പോഴും 4 ആകണമെന്നില്ല. അത് കുറഞ്ഞും വരാം, കൂടിയും വരാം. അത് രാഷ്ട്രീയത്തിൽ ശരിയായ കാര്യമാണ്. ഇന്ന് പലതരത്തിലും എതിർപക്ഷത്ത് നിൽക്കുന്നവർ നാളെ തോളിൽ കൈയിട്ട് നിൽക്കുന്നവരായി മാറും. അതാണ് കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഒക്കെ നമ്മൾ നോക്കിയാൽ കാണുന്നത്. ചരിത്രം പഠിക്കുന്നവർക്കത് കൃത്യമായി അറിയാം. കേരള രാഷ്ട്രീയത്തിലും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. 2026 അത് പ്രകടമാകും. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നത് UDFൻ്റെ ഭരണം പോയാൽ LDFൻ്റെ ഭരണം പോയാൽ UDF, ഇങ്ങനെ ഇത്തരത്തിലാണ്. ഇതിനൊരു മാറ്റം ഉണ്ടായത് 2016-ലും 2021-ലും LDF ഭരണം തുടർന്നു. 2026-ല് LDFന് ഭരണം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള LDFൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ ഒരു അമിത പ്രതീക്ഷയാണ് അവരെ വലിയ അപകടത്തിലേക്ക് എത്തിച്ചത്. അതവർ തിരിച്ചറിയാൻ വൈകി എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? വലിയ ഡാമേജാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ആ ഡാമേജ് പരിഹരിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ മൂന്നാമതൊരു മുന്നണി ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെയൊക്കെ താഴേക്ക് തന്നെ പതിക്കും എന്നുള്ളത് അവർക്കറിയാം. കാരണം മറ്റ് 2 സംസ്ഥാനങ്ങളിലെ സ്ഥിതി അവരറിഞ്ഞതാണ്, ത്രിപുരയിലെയും ബംഗാളിലെയും. അവിടെ ഇന്ന് നമുക്കറിയാം, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പോലും ഇന്നില്ലെന്നുള്ളതാണ്. CPM എന്നുള്ള ഒരു പേര് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ പറയാനില്ല. ആർക്കും അറിയാത്ത സ്ഥിതി പോലും ത്രിപുരയിലും ബംഗാളിലും ഉണ്ടായി എന്നുള്ളതാണ്. മറ്റുള്ളവർ, ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ മറ്റിടങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന തകർച്ച പിടിച്ചു നിൽക്കാനായിട്ട് CPM ആവുന്ന പരിശ്രമിക്കും. പക്ഷെ NDA വലിയ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അത് നോക്കുമ്പോൾ ഈ തദ്ദേശ ഫലം വന്നതിന് ശേഷം ഘടകകക്ഷികൾ പലരും കൂടുമാറാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഘടകകക്ഷികൾ എന്ന് പറയുമ്പോൾ LDFലെ ഘടകകക്ഷികൾ, അത് പിന്നെ പ്രധാനികൾ എന്ന് പറയുന്നത് CPI ആണ്. CPI എന്തായാലും വഴിമാറി വരുത്തില്ല. ഇടയ്ക്ക് PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞു അങ്ങ് CPI ചാടിപ്പോകും. UDF ആണെന്നുണ്ടെങ്കിൽ അവരുടെ KPCC ആസ്ഥാനത്തേക്ക് കാർപ്പറ്റ് വരെ വിരിച്ചിട്ടു, ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ് എന്നുള്ള മട്ടില്. പിന്നെ ഘടകകക്ഷികൾ വേറെ ഒരുപാടുണ്ട് LDFല്. അതിനു മുമ്പ് എടുത്തു പറയേണ്ടത് CPI കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞുമാണിയും സംഘവുമാണ്. അത് 2021 ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവർ 2026 അങ്ങോട്ടേക്ക് പോകാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇനി കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരും. ഈ പിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകത്തില്ലയോ എന്ന് പറഞ്ഞതുപോലെയാണ്. ജോസ് കെ മാണിയെ അങ്ങോട്ടും ഇങ്ങോട്ടും 5 വർഷം കൂടുമ്പോൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. എപ്പോഴും അവർക്ക് അധികാരം വേണം. അപ്പോൾ 2026 കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുക. മിക്കവാറും ലീഗായിരിക്കും കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റുള്ളവരെ പറ്റി നമ്മൾ നോക്ക്. LDFൽ ഘടകകക്ഷികൾ മറ്റു ധാരാളമുണ്ട്, UDFലുമുണ്ട്. UDFലെ ഘടകകക്ഷികളിൽ പ്രധാനി എന്ന് പറഞ്ഞാൽ ഘടകകക്ഷിയല്ല, UDFനെ തന്നെ ഭരിക്കുന്നതിൽ മുസ്ലിം ലീഗാണ്. പിന്നെ ഉള്ളത് കേരള കോൺഗ്രസ്, ജോസഫാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒറ്റയാൾ സംഘങ്ങളൊക്കെ ഉണ്ട്. RSP, ഫോർവേഡ് ബ്ലോക്ക്, CMB, ആർക്കും MLA-മാരൊന്നുമില്ല. ഇനി ഇതുപോലെ തന്നെ LDFലുമുണ്ട്. ഇപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസ് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. അത് ആന്റണി രാജുവാണ് തിരുവനന്തപുരം സെൻട്രലിൽ ജയിച്ചത്. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച പോലെയാണ് 2021 2.5 വർഷക്കാലം ഗതാഗത വകുപ്പ് മന്ത്രിയായത്. ഇനി ആ സീറ്റൊട്ട് ഉണ്ടാകത്തില്ല, അത് CPM എടുക്കും. ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റണി രാജു മിക്കവാറും അവിടുന്ന് ഇറങ്ങി പോരും.
വേറെ എങ്ങും വലിയ ഇടം കിട്ടാൻ പോകുന്നില്ല ആന്റണി രാജുവിന്. പിന്നീട് വരുന്നത് കേരള കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എസ്, നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ. കടന്നപ്പള്ളി മാത്രമുള്ള ഒരു പാർട്ടിയാണ്. കടന്നപ്പള്ളി മന്ത്രിയുമാണല്ലോ, ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. അനാരോഗ്യ പ്രശ്നമൊക്കെ കാരണം, പ്രായാധിക്യം. അദ്ദേഹം ഇനി അടുത്ത മത്സര രംഗത്ത് രംഗത്ത് വരില്ല, മാറി നിൽക്കും. അതങ്ങ് CPM ഏറ്റെടുക്കും. CPM അവിടെ 8 നിലയിൽ പൊട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഘടകകക്ഷി ഇല്ലാതാകും. ഇനി അഥവാ കോൺഗ്രസ് എസ് എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി UDFിലേക്ക് ചിലർക്കൊക്കെ പോകാം. പിന്നീട് നമ്മുടെ കോവൂർ കുഞ്ഞുമോനെ അല്ലാതെ തന്നെ കൂട്ടിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഗണേഷ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയാലും ഇവിടെ പോയാലും ഗണേഷ് എങ്ങനെ നിന്നാലും പത്തനാപുരത്ത് നിന്ന് അദ്ദേഹത്തിന് വളരെ സേഫായിട്ടുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ 5 തവണയായിട്ട്, 5 തവണ എന്ന് പറയുമ്പോൾ 25 വർഷമായിട്ട് മണ്ഡലത്തെ വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ജനപ്രിയനാണ്, ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിലെ ചാമക്കാലെ അവിടെ തലങ്ങും വിലങ്ങും നിൽക്കുന്നുണ്ട്. പക്ഷേ ആ പ്രയത്നമൊക്കെ എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്നും കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഘടകകക്ഷികളുടെ സ്ഥിതി എന്നൊക്കെ പറയുന്നത് ഇതാണ്. പിന്നെ ഈ അഹമ്മദ് ദേവർകോവിലെ ഇങ്ങനെയൊക്കെയുള്ള ഒറ്റയാൾ സംഘങ്ങളൊക്കെ തന്നെ ഇല്ലാതായിപ്പോകും. അവർക്കൊക്കെ ഏതാണ്ട് വംശനാശം സംഭവിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ UDFിൻ്റെ അടുക്കൽ പോയി അപേക്ഷിച്ച് അങ്ങോട്ടേക്ക് വേണേ പോകും. കാരണം അവരധികാരത്തിൽ വരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഞങ്ങളെ കൂടെ എടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. മാണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയി കേണപേക്ഷിക്കത്തില്ല, മാണിയെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കും. കാരണം മാണി ഈ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ഒരു നിർണായക ശക്തിയാണല്ലോ. ക്രൈസ്തവ വോട്ടുകൾ നല്ലപോലെ ഉണ്ട്. എങ്ങനെയും ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരണമെന്ന് UDF ആഗ്രഹിക്കത്തുള്ളൂ. അതിന് മുസ്ലിം ലീഗ് വളരെയധികം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടാണ്. അത് മിക്കവാറും അത് ഫലവത്താകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ജോസ് കെ മാണി. അപ്പോൾ 26-ൽ ജോസ് കെ മാണി എന്തായാലും ഇപ്പുറത്ത് കാണാം. മറ്റ് ഘടകകക്ഷികളുടെ ഭാവിയാണ് അറിയേണ്ടത്. മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ ഇല്ലാതാകുന്ന, ഇപ്പം CPIയെ സംബന്ധിച്ചിടത്തോളം അവരവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അവർക്ക് ഇനിയും പോകാൻ വഴിയൊന്നുമില്ല. CPMനേക്കാൾ മുന്നേ, ഒരു ദിവസം മുന്നേ ഇല്ലാതാകാൻ പോകുന്ന ഒന്നാണ് CPI. വലിയ പ്രതാപത്തോടു കൂടിയും വളരെ ലാളിത്യം ഉള്ള നേതാക്കന്മാരും അഴിമതി എന്ന് പറയുന്ന എന്താണെന്ന് അന്ന് അറിയാത്ത നേതാക്കന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയാണ് CPI. CPI എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അച്യുതമേനോനും PK വാസുദേവൻ നായരുടെ ആ നിരയാണ്. അപ്പോൾ എന്തായാലും CPI അവരോടൊപ്പം തന്നെ തത്തിക്കളിച്ച് മുമ്പോട്ട് പോകും. CPMനോടൊപ്പം തന്നെ ഇല്ലാതാവുകയും ചെയ്യും. LDFിലെ ഘടകകക്ഷികൾ എന്തായാലും പല വഴിക്കൂടെ ഒന്നുകിൽ അങ്ങ് ഇല്ലാതാകും, ചിലതൊക്കെ UDFിലേക്ക് പോകുന്നത് നമുക്ക് കാണേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ NDA മുന്നണി ശക്തിയാകുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങോട്ടേക്കുള്ള ചേക്കേറാൻ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.